ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോവാണ്. അപ്പം ദേ ഇപ്പോൾ സമയം 5:34 നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. ഞാനും അമ്മയും അച്ഛനും കൂടെയാണ് പോകുന്നത്. നമ്മൾ പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചേട്ടൻ വരികയാണ്. 3 വർഷത്തിന് ശേഷം ലീവിന് വരികയാണ് ചേട്ടൻ. അപ്പം 3 വർഷത്തിന് ശേഷം കാണുന്ന ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ 3 പേരും. അപ്പം ഞങ്ങൾ 3 പേരോട് നമ്മളിവിടെ കാറിൽ നമ്മളവിടെ പോകുന്നു. നമ്മളവിടെ നിന്ന് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നല്ലോ. അങ്ങനെ പിന്നെ ആണെങ്കിൽ കുറേ നേരം വണ്ടിക്കകത്ത് കിടന്നുറങ്ങി. പിന്നെ ഇവിടെ നമുക്ക് ഏകദേശം ഒരു 35-40 മിനിറ്റുള്ള യാത്രയേ ഉള്ളൂ. അങ്ങനെ പിന്നെ ദേ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് നമ്മൾ ദേ കാറങ്ങോട്ട് പോകുന്നു. ചേട്ടൻ വന്നത് 26-ാം തീയതിയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് 29-ാം തീയതിയാണ്. എനിക്ക് വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. ചേട്ടൻ വന്നതിൻ്റെ തിരക്കും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ടൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായത്. ഞാൻ എന്നാ അപ്ലോഡ് ചെയ്യുന്നതെന്ന് ഇതറിയത്തില്ല. അങ്ങനെ നമ്മൾ ദേ അവരുടെ അറൈവൽസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ ഇറങ്ങി വീണ്ടും എൻ്റെ കുറേ വീഡിയോ ഒക്കെ എടുത്ത് അത് കഴിഞ്ഞ് നമ്മളവിടെ എത്തിയപ്പം തന്നെ 6:16 നമ്മളവിടെ എത്തിയപ്പം തന്നെ കുറേ ആൾക്കാരൊക്കെ അവിടെ പോകുന്നുണ്ടായിരുന്നു. ദേ അമ്മ ഇങ്ങനെ ചേട്ടനെ കാണാൻ ഇങ്ങനെ ഇരിക്കാനുണ്ട്, വിഷമിച്ചിരിക്കുന്നുണ്ട് അമ്മയുടെ മുഖം. അങ്ങനെ ഞങ്ങളിങ്ങനെ കാത്തിങ്ങനെ നിൽക്കുകയാണ്. ചേട്ടൻ്റെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ടൈം 6:45 6:45 കറക്റ്റ് ടൈം തന്നെയാണ്. ഫ്ലൈറ്റ് ഡിലേ ഒന്നും ആയില്ല. ദേ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു സ്ഥലമാണ് അവിടെ. പിന്നെ ദേ ഇവിടെ കൺഫേംഡ് എന്നും പറഞ്ഞ് ഫ്ലൈറ്റ് കാണിച്ചേക്കുന്നു. പിന്നെ വീണ്ടും നമ്മളവിടെ പോയി കുറേ നേരം ഇരുന്ന് വെയിറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ എത്തിയായിരുന്നു. അപ്പം പിന്നെ വെയിറ്റ് ചെയ്യാൻ കുറേ നേരം നമ്മളവിടെ ഇരുന്ന് പിന്നെ അവരുടെ ബോർഡിൽ ഫ്ലൈറ്റ് അറൈവ്ഡ് എന്ന് കാണിച്ചപ്പോഴത്തേക്ക് ഞാനും അമ്മയും അച്ഛനോട് എണീറ്റ് കൂടി. 6:45 അവിടെ അറൈവായെങ്കിലും ചേട്ടൻ പുറത്തിറങ്ങി വരാൻ ഏകദേശം 7:45 ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ 1 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്ത് വന്നതിന് ശേഷമാണ് ചേട്ടൻ പുറത്ത് ഇറങ്ങി വന്നത്. നമ്മൾ തിരിച്ചു പോകാൻ കാറിനകത്ത് കയറിയിരുന്ന് നമ്മൾ നേരോടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച്. കുറേ നാളായിരുന്നു ഇങ്ങനെയൊക്കെ ഇരുന്ന് സംസാരിച്ചിട്ട്. അങ്ങനെ സംസാരിച്ച് പിന്നെ ചേട്ടൻ പൊതുവേ ഭയങ്കര ഷൈയാണ്. ആരോടും അങ്ങനെ ഓപ്പണായിട്ട് സംസാരിക്കുകയോ എടുക്കുകയോ ഇല്ല. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് ചേട്ടൻ. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലെത്തി. അമ്മ ചേട്ടന് കഴിക്കാനൊക്കെ കൊണ്ട് കൊടുത്ത് നമ്മൾ രാവിലെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. കാരണം ചേട്ടൻ വരുമ്പോഴേ വിശന്ന് ഇരിക്കുകയല്ലേ, കൊടുക്കണ്ടേ. കാരണം തലേ ദിവസം അവിടെ നിന്ന് ചേട്ടൻ 1 മണിക്കായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ തലേ ദിവസം കഴിച്ചില്ലേ പിറ്റേ ദിവസം ഇത്രയും നേരം ആവത്തില്ലേ. അപ്പം എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത്. ഇഡ്ഡലി സാമ്പാറുമായിരുന്നു നമുക്ക്. പിന്നെ ഒരു വീഡിയോസും എടുക്കാൻ പറ്റില്ല. പിന്നെ വൈകിട്ടാണ് എടുക്കുന്നത്. പിന്നെ താണ്ട് ചേട്ടൻ ഈ പ്രൊജക്ടർ പോലത്തെ സംഭവം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മളതിരുന്ന് കുറേ നേരം അതിനകത്ത് കണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.